എൻ്റെ ദൈവസങ്കല്പം അത് ഈ ദൈവം എന്നത് അല്ലെങ്കിൽ ഓരോ പേരുള്ള ഈശ്വരന്മാർ എന്നൊക്കെ പറയുമ്പം ഓരോ വ്യക്തികൾക്കും ഓരോ ഇഷ്ട ദൈവങ്ങൾ കാണും. മിക്കവാറും അങ്ങനെയാണ്. ഒരു പ്രത്യേക ഇഷ്ടം ഒരു ദൈവത്തിനോട് കാണും. അപ്പോൾ എന്തെങ്കിലും ഒരു ആപത്തോ അല്ലെങ്കിൽ ഒരു വിഷമം വന്നാൽ ആ ദൈവത്തിനെ വിളിച്ചായിരിക്കും ആദ്യമേ പ്രാർത്ഥിക്കുക. അങ്ങനെ ഒരു മുൻഗണന കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. കാരണം അവർക്ക് അതുകൊണ്ട് പ്രയോജനങ്ങളും ഉണ്ട്. ഇപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തൊരു പെങ്കൊച്ചുണ്ട്. അപ്പോൾ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അമ്പലമുണ്ട്. അപ്പോൾ ആ കൊച്ചെന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ ഉടനെ ആ ദേവിയെ വിളിക്കുക. അതിന് പക്ഷെ ആ വിളിച്ചു കഴിഞ്ഞാൽ അങ്ങനെ എന്ത് കാര്യം ആ കൊച്ച് പറഞ്ഞിട്ടുണ്ടോ അതെല്ലാം ആ കൊച്ചിന് നേടിയിട്ടുണ്ട്. അതുകൊണ്ട് ആ ഭയങ്കര വിശ്വാസമാണ്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ വീടിന് അടുത്ത് ഉള്ള കൃഷ്ണൻ്റെ അമ്പലമുണ്ട്. അപ്പം അത് കുഞ്ഞിലെ തൊട്ട് പോകുന്നത് കൊണ്ട് കൃഷ്ണൻ എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. പിന്നെ കാലഘട്ടം മാറി മാറി വന്നു. വിശ്വാസം എന്ന് പറയുന്നത് എൻ്റെ ഹൃദയത്തിലുണ്ട്. പക്ഷേ അമിതമായൊരു വിശ്വാസം എനിക്ക് ഇപ്പോഴങ്ങനെ തോന്നാറില്ല. എൻ്റെ ഒരു സംഭവിക്കാനുള്ള എന്തായാലും സംഭവിക്കും. പിന്നെ നമ്മൾക്ക് മനസ്സിനൊരു വിഷമം ഉണ്ടാകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ആരോടും പറയാനില്ലെങ്കിൽ ദൈവത്തിനോടായിട്ട് നമുക്ക് സംസാരിക്കാം. അതിപ്പം ദൈവത്തിൻ്റെ മുന്നിൽ അല്ലെങ്കിൽ ഒരു ഫോട്ടോയ്ക്കോ വിഗ്രഹത്തിനോ മുന്നിൽ പോയി നിന്ന് പറയണമെന്നില്ല. നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുക. നമ്മൾക്ക് എവിടെ ഇരിക്കാനോ ഇഷ്ടം അവിടെ നിന്ന് നമ്മൾ ദൈവത്തിനോടായിട്ട് പറയുന്ന രീതിയിൽ സംസാരിക്കാം. കേൾക്കുന്നവർ ചിലപ്പം പറയാം അവൾക്ക് വട്ടാണെന്ന് അല്ലെങ്കിൽ അവന് വട്ടാണെന്നൊക്കെ. പക്ഷെ അതിലൊന്നും കാര്യമില്ല. കാരണം നമുക്കപ്പോൾ ആവശ്യം എന്താണ്? നമ്മുടെ മനസ്സിൻ്റെ ആ വേദന മാറ്റുക എന്നുള്ളതാണ്. ആ വേദന മാറ്റണമെങ്കിൽ നമ്മൾ സ്വയം നമ്മുടെ പ്രശ്നങ്ങൾ ഒരാളോട് പറയണം. അതെല്ലാവരോടും ഇപ്പം വിശ്വസിച്ച് പറയാൻ പറ്റാത്ത കാര്യമാണെങ്കിലും ഈശ്വരനെ മുന്നിൽ നിർത്തി നമുക്ക് പറയാം. ഈശ്വരനോടായിട്ട് പറയാം. ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഈശ്വരൻ എന്ന് പറയുന്ന ഒരു രീതിയിൽ ഞാനിങ്ങനെ ചോദിക്കാറുണ്ട്, പറയാറുണ്ട്. അത് നമുക്കപ്പം മനസ്സൊന്ന് റിലാക്സ്ഡ് ആവും. ചിലപ്പോൾ നമുക്ക് സങ്കടം വരുവാണെങ്കിൽ അവിടെ നമുക്ക് കരയാം. ആരുടെ മുന്നിൽ പോയി നമ്മൾ കരയുന്നില്ലല്ലോ. പിന്നെ ഈശ്വരൻ എന്ന് കരുതുമ്പോൾ ഞാൻ അങ്ങനെയാണ്. പിന്നെ ഞാനൊരു വിശ്വാസം എന്ന് പറയുന്നത് ഒരു ശക്തിയുണ്ട്. എന്തായാലും ഏതൊക്കെ ദൈവങ്ങൾ എങ്ങനെയൊക്കെ ഇതെന്ന് പറഞ്ഞാലും ഒരു ശക്തി എന്തായാലും എല്ലാത്തിനെയും നിയന്ത്രിക്കാനായിട്ടുണ്ട് എന്നതിൽ എനിക്ക് 100% വിശ്വാസമുണ്ട്. ആ ഒരു ശക്തിയുടെ ഭാഗമാണ് നമ്മുടെ ഈ പ്രപഞ്ചം തന്നെ നിലനിൽക്കുന്നത്. അത് സയൻസ് പരമായ രീതിയിൽ അവർ അവരുടേതായ ഭാഷയിൽ പറയുന്നു. വിശ്വാസത്തിൻ്റെ രീതിയിൽ വിശ്വാസികൾ ആ ഒരു രീതിയിൽ പറയുന്നു. പിന്നെ ഈശ്വര വിശ്വാസമില്ലാത്തവർ അവരുടേതായിട്ടുള്ള രീതിയിലും പറയുന്നുമുണ്ട്. അതെന്തോ ആയിക്കൊള്ളട്ടെ, എനിക്ക് ഒരു വിശ്വാസം ഉണ്ട്. പിന്നെ ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യമൊന്നും നടക്കാറൊന്നുമില്ല. അത് വേറെ കാര്യം. ഞാനിങ്ങനെ വിചാരിച്ചിങ്ങനെ പ്രാർത്ഥിക്കും, ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കും. പക്ഷെ നടക്കാറൊന്നുമില്ല. എൻ്റെ പ്രാർത്ഥനകളൊന്നും അങ്ങനെ എല്ലാം ഒന്നും നടന്നിട്ടൊന്നുമില്ല. ചിലതൊക്കെ ഇങ്ങനെ ഈശ്വരൻ കേട്ടു എന്നത് രീതിയിൽ ഇതിൽ നടന്നു എന്ന് പറയാം. ചിലത് നടക്കാതെ ഉണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ച് എൻ്റെ മനസ്സിൻ്റെ ഒറ്റ ഒരു ചിന്തയാണ് ഞാൻ ഇന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കാനുള്ള ഒരു കാരണം എന്ന് പറയാം. ഞാൻ ഈ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. അത് വേറൊന്നുമല്ല, എല്ലാം നല്ലതിന്, എന്ത് സംഭവിച്ചാലും നല്ലതിന്. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ്. ആ ഒരു വിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അതെന്ത് എൻ്റെ ജീവിതത്തിൽ നമ്മളുടെ എന്ന് പറയുന്നില്ല, എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിതത്തിൽ എത്ര വലിയ താഴ്ചയുണ്ടായാലും ഞാൻ അപ്പോൾ വിചാരിക്കുന്നത് അത് അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റെന്തോ ഒരു നല്ല കാര്യത്തിന് വേണ്ടി മാത്രമാണ് അങ്ങനെ സംഭവിച്ചത്. അല്ലാതെ നമ്മൾ ഒരു മോശക്കാരിയോ അല്ലെങ്കിൽ മോശക്കാരനോ അല്ലെങ്കിൽ തെറ്റ് ചെയ്തിട്ടോ നമ്മുടെ പ്രവർത്തികൾ കൊണ്ടോ ഒന്നുമല്ല. അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു രീതിയിൽ ഗുണമായി വരാൻ വേണ്ടിയിട്ട് തന്നെയാണ്. പിന്നെ ഞാൻ ചിന്തിക്കുന്ന ഇങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ മറ്റുള്ളവരെ മാക്സിമം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം മറ്റൊരാൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്. അതിപ്പം ഈ ഫോണിൻ്റെ കാര്യത്തിൽ തന്നെ എൻ്റെ അമ്മയെ എനിക്ക് ആരെയും ബുദ്ധിമുട്ടിക്കുന്ന ഇഷ്ടമല്ല. പിന്നെ എൻ്റെ സാഹചര്യം അങ്ങനെയാണ്. അപ്പോഴും ഞാൻ പറഞ്ഞു, അമ്മേ ഞാൻ തിരിച്ച് പൈസ തരും എന്ന് പറഞ്ഞിട്ടാണ് വാങ്ങിച്ചത്. കാരണം ആ ഒരു ഇതുവരെയും ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ എൻ്റെ അനിയനോട്
ഒന്നും തന്നെ എനിക്കത് വേണവിടാ ഇത് വേണവിടാ എന്ന് പറഞ്ഞുകൊണ്ട് വാശി പിടിച്ച് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ പറഞ്ഞിട്ടുള്ളതെന്ന് ബാഗിൻ്റെ കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അത് അവൻ വാങ്ങിച്ചു തന്നിട്ടുള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്കായിട്ട് ഞാൻ അവനോട് ഒന്നുമേ പറഞ്ഞിട്ടില്ല വേണമെന്ന്. ചോദിച്ചാൽ പോലും തന്നെ ഞാൻ വേണമെന്ന് പറയാറില്ല. അങ്ങനെ വെറുതെ എന്തിനാണ് പൈസ കളയുന്നത്? അവൻ കഷ്ടപ്പെട്ട കാശല്ലേ. അത് അവനെൻ്റെ അനിയൻ ആ ഒരു സ്നേഹം കൊണ്ടാണ്. അപ്പം അതുപോലെ തന്നെ എല്ലാവരും കഷ്ടപ്പെട്ടാണ് കാശുണ്ടാക്കുന്നത്. അപ്പോൾ ആ ഒരു കഷ്ടപ്പാട് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ ഏത് കാര്യത്തിൽ നമ്മൾ അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധം പിടിക്കുന്നതിൽ ശരിയല്ല എന്നാണ് എൻ്റെ ഒരു മനസ്സ്. അത് പിന്നെ ഞാൻ ആർക്കും മനഃപൂർവ്വം ഒരു ദ്രോഹം ചെയ്യാൻ പോയിട്ടില്ല. ഒരാൾക്കൊരു ദ്രോഹം ഉണ്ടാകുന്ന രീതിയിൽ ചെയ്യാൻ പറ്റില്ല. പക്ഷേ എന്നോട് എന്തെങ്കിലുമൊക്കെ കാണിച്ച് എന്നെ അങ്ങ് മാക്സിമം ഇറിറ്റേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പ്രതികരിക്കും എന്നുള്ളതാണ്. പക്ഷേ എന്നോട് പറയുന്ന പല വാക്കുകളും നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ രീതിയിൽ അതേ വാക്കുകൾ ഉപയോഗിക്കത്തില്ല. അപ്പോഴും നമ്മളെപ്പോഴും ഒരു മര്യാദ എന്നുള്ളൊരു വാക്ക് നമ്മുടെ മനസ്സിലുണ്ടാവണം. അത് വിട്ട് നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. ചെയ്തു കഴിഞ്ഞാൽ നമുക്കൊരു കുറ്റബോധം ഉണ്ടാകും. ഇന്നും എനിക്ക് ആ ഒരു കുറ്റബോധം ഇല്ലാതെ എന്ത് ജീവിതത്തിൽ സംഭവിച്ചാലും ധൈര്യമായിട്ട് മുന്നോട്ട് പോകുന്നത്, ഒറ്റയ്ക്കായ പോകുന്ന സാഹചര്യത്തിൽ പോലും ഞാൻ ധൈര്യമായിട്ട് നിൽക്കുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് എൻ്റെ ആ കോൺഫിഡൻസ് തന്നെയാണ്. ചിലർക്ക് തോന്നുമായിരിക്കാം ഭയങ്കര തൻ്റേടമൊന്നുമില്ല. നമ്മൾക്ക് ചില സമയങ്ങളിൽ നമ്മളെ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. ഇപ്പം നമ്മൾ കുടുംബമായിട്ട് ജീവിക്കുന്നു. ചില സന്ദർഭങ്ങളിൽ ഒറ്റയ്ക്ക് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടാവും. ആ സമയത്തെല്ലാം നമ്മൾ ഒറ്റയ്ക്ക് ചെയ്ത് ശീലിക്കുക. നമ്മൾ മറ്റൊരാളെ ആശ്രയിക്കാൻ പോവുകയാണെങ്കിൽ അത് നമ്മളുടെ കോൺഫിഡൻസിനെ നന്നായി ബാധിക്കും. നമ്മൾ തനിയെ ഓരോ കാര്യങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ നമുക്കൊരു ബഹുമാനവും കിട്ടും, ഒരു സ്ഥാനവും കിട്ടും. അതിനൊപ്പം നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ മാക്സിമം അങ്ങനെ തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇപ്പോൾ ഹസ്ബൻഡ് വരുന്ന സമയത്താണെങ്കിൽ പുറത്തേക്ക് പോകാൻ, അങ്ങനെ എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ അങ്ങനെ. അല്ലെങ്കിൽ നമ്മൾ മാക്സിമം നമ്മൾ തന്നെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിന് ഭയങ്കര ഉന്മേഷം കിട്ടും. അപ്പം എൻ്റെ ഒരു രീതി അങ്ങനെയാണ്. അങ്ങനെ വിശ്വാസം, ആ ഒരു രീതിയിൽ വിശ്വാസമുണ്ട്. ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ഭക്തിയൊന്നും ഇപ്പോഴില്ല. പണ്ടുണ്ടായിരുന്നു അമിതമായെന്ന് വെച്ചാൽ ഭയങ്കര ഭക്തിയായിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നും നമ്മൾ അറിയും തോറും നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളുണ്ടാകും തോറും നമ്മൾ നമ്മുടെ ചിന്താഗതിയിൽ മാറ്റം വരുത്തും. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് നമ്മളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ അത് ഏതൊക്കെ രീതിയിൽ ജീവിക്കണം എന്നൊക്കെയുള്ള ഒരുപക്ഷെ ഇങ്ങനെയുള്ളൊരു തോന്നലുണ്ടാക്കി തരുന്നത് നമ്മൾ വിശ്വസിക്കുന്ന ഒരു ശക്തിയാവാം. എന്തോ ആയിക്കൊള്ളട്ടെ, എന്തായാലും തള്ളിപ്പറയാനായിട്ട് ഇല്ല. വന്നിച്ചില്ലെങ്കിലും നിന്ദിക്കരുത് എന്ന് എൻ്റെ ഹസ്ബൻഡ് പറയാറുണ്ട്. പിന്നെ നമ്മളെ നോക്കാത്ത ഈശ്വരന്മാരെ നമ്മളും നോക്കേണ്ട കാര്യമില്ല, അതും പറഞ്ഞു തരാറുണ്ട്. അപ്പം അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് പറയാം. നമുക്ക് വിശ്വാസമില്ലേ, വിശ്വസിക്കേണ്ട, ഓക്കെ. പക്ഷേ വിശ്വാസം ഉള്ള ആളുകളെ നമ്മൾ ഒരിക്കലും കളിയാക്കാൻ പാടില്ല. അതുപോലെ തന്നെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ഈശ്വരനെ വിളിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നമുക്ക് ഒന്നും നേടിത്തരുന്നില്ല ഈശ്വരൻ, അല്ലെങ്കിൽ സഹായിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ആ ഭാഗത്തേക്ക് ഈശ്വരൻ എന്നുള്ള രീതിയിൽ പോകാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഒന്നുമില്ല, നമ്മുടെ മനസ്സിന് ആ ഒരു ടെൻഷനും വിഷമവും കുറഞ്ഞെങ്കിലും ഇരിക്കും അല്ലേ. അപ്പം ഇങ്ങനെയാണ് ഓരോ കാര്യം വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പല പല തീരുമാനങ്ങളും എടുക്കും. അപ്പം എൻ്റെ വിശ്വാസം ഇങ്ങനെയാണ്. വിശ്വാസമുണ്ട്, അധികമല്ല, വിശ്വസിക്കുന്നുണ്ട്. എല്ലാത്തിനും ഒരു പ്രാധാന്യവും ഒരു ബഹുമാനവും ഞാൻ ഏത് രീതിയിലുള്ള ഭക്തിക്കും ഒരു ബഹുമാനവും കൊടുക്കുന്നുമുണ്ട്. കാരണം നമുക്ക് നേടാൻ പറ്റാത്തത് പലതും അവർക്ക് നേടുന്നുണ്ടല്ലോ, അത് തന്നെ. അപ്പോൾ അവരുടെ വിശ്വാസത്തെ നമ്മളൊരിക്കലും നിന്ദിക്കാൻ പാടില്ല. പിന്നെ ഞാൻ എൻ്റേതായിട്ടുള്ള വിശ്വാസം എന്ന് പറയുന്നത് എന്ത് സംഭവിച്ചാലും നല്ലതിന്. പിന്നീട് ഒറ്റ കാര്യം കൂടെ ഉള്ളൂ, ഇത് ഞാൻ ആരോടും ഒരു ദ്രോഹത്തിനും പോകുന്നില്ല. അതുകൊണ്ട് എനിക്കങ്ങനെ ഒരു മോശം സമയം ഈശ്വരനുണ്ട്. ഇപ്പോൾ എനിക്ക് എന്ത് കഷ്ടപ്പാടുണ്ടായിക്കഴിഞ്ഞാലും ഞാൻ അങ്ങനെ വിചാരിച്ച് കഴിയുമ്പോൾ നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള അനുഭവം എന്തായാലും ഉണ്ടായിട്ടുണ്ട്. അത് ഈ നിമിഷം വരെയും ഞാൻ അനുഭവിച്ചിട്ടുള്ള എൻ്റെ ഒരു അറിവും എൻ്റെ അനുഭവവുമാണത്.
എന്തെൻ്റെ എൻ്റെ വീട്ടിലല്ല എൻ്റെ ജീവിതത്തിൽ നെഗറ്റീവ് സംഭവിച്ചാലും ഉടനെ തന്നെ എനിക്കൊരു പോസിറ്റീവ് എവിടുന്നെങ്കിലും ഉണ്ടാവും. അത് ഏത് കാര്യത്തിലായാലും, ഇപ്പോഴത്തെ ഈ ഫോണിൻ്റെ കാര്യം തന്നെ ആയാലും അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. ആ ഒരു വിശ്വാസമാണ് എന്നെ രക്ഷിച്ച് പോരുന്നത്. ഓക്കെ.